Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചൈനാഗ്രാസ് ജെലാറ്റിൻ ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പുഡിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ ഇത് കാരമലായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി നമ്മളിത് കുക്ക് ചെയ്യരുത്. അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഫീൽ ചെയ്യാൻ കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അതിൻ്റെ കളർ ചേഞ്ച് ആവരുത് കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ നമുക്കത് ഫ്ലെയിമിൽ നിന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു പുഡിങ്ങൊക്കെ സെറ്റായിട്ട് വന്നാലും നല്ല ഒരു കാരമലിൻ്റെ ഫ്ലേവർ ആയിരിക്കും പുഡിങ്ങിന് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഞാനൊരു 1.5 കപ്പ് പാൽ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരുപാട് മധുരം ഉണ്ടാവില്ല കേട്ടോ. അത്രയും അളവിൽ ചേർത്ത് കൊടുത്താൽ പുഡിങ്ങൊക്കെ ആകുമ്പോൾ നല്ല മധുരം തന്നെയാണ് നല്ലത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടേബിൾ സ്പൂണും കൂടെ അധികം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിലുള്ള റവയാണ്. റവ എടുക്കുന്ന സമയത്ത് റോസ്റ്റഡ് ആയാലും റോസ്റ്റ് ചെയ്യാത്ത റവ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഏതാണെങ്കിലും നമുക്കൊരു 1/4 കപ്പ് അളവിലുള്ള റവയാണ് വേണ്ടത്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു മിക്സ് നന്നാക്കിയിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിക്കാവുന്ന വരേക്കും നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 3-4 മിനിറ്റിനുള്ളിലായിട്ട് തന്നെ റവ നല്ല പോലെ തന്നെ വെന്തിട്ട് ഈ ഒരു മിക്സ് നല്ല പോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോഴേക്കും വീണ്ടും നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ചൂടാറിയിട്ട് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കണം. അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അടിക്കാതെയും ചെയ്യാറുണ്ട്. പക്ഷേ അടിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ചൂടാറിയ സമയത്ത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ ബൗളിൽ കാരമലൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മേലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിക്കുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഫ്രീസറിൽ വെക്കുകയൊന്നും വേണ്ട, നമുക്ക് താഴെ തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനൊരു ക്ലിംഗ് ഫോം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ മതിയാവും. അപ്പോൾ ഒരു 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ പുഡിംഗ് ഇതാ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാ വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈസി പുഡിംഗ് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മളിതിൽ ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് തന്നെ സെറ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര, പാല്, റവ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അഡീഷണൽ ആയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് നമ്മളൊന്ന് മാറ്റിയിട്ട് അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല പോലെ സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.